ഇത്രയും ഫാറ്റ് പെർസെൻറ്റേജ് ഉള്ള ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മീറ്റ് അലി, ദ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ ഫ്രം കേരള. പക്ഷേ കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഇത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടും ഹിസ് ബോഡി ഫാറ്റ് റിമെയിൻ സിംഗിൾ ഡിജിറ്റ്. അതെ, കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന അതേ കണ്ടീഷനിലാണ് അലി ഇപ്പോഴും. ബട്ട് ഹൗ? അലി, ആർ യു എൻഹാൻസ്ഡ്? നോ. അലി എനിക്ക് റെസ്പോണ്ട് ചെയ്തപ്പോൾ അലിയുടെ കണ്ണ് വലത്തോട്ട് പോയി നിങ്ങൾ ശ്രദ്ധിച്ചോ? സംതിങ് ഫിഷി, റൈറ്റ്? ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കും. ലെറ്റ്സ് ഇൻവെസ്റ്റിഗേറ്റ്. എൻഹാൻസ്മെൻറ്റിൽ ഇരിക്കുന്ന ഒരു അത്ലറ്റിന് എങ്ങനെ പോയാലും ഒരു ദിവസത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഈ എൻഹാൻസ്മെൻറ്റുമായിട്ട് ബന്ധമുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടി വരും. ഇഫ് ഇറ്റ്സ് എ ഫാൾസ് ഇൻഫർമേഷൻ, ഐ ഡോണ്ട് കെയർ. ബിക്കോസ് പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ കുട്ടികളുണ്ടാവില്ല എന്ന് പറയുന്ന നാട്ടിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അലിയുടെ ഒരു ദിവസത്തെ മൊത്തം റൊട്ടീൻ ഫോളോ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ മീ, ഇറ്റ്സ് ഫോർ അസ്. ബിക്കോസ് അലി സോഷ്യൽ മീഡിയാസിൽ പറയുന്നത് ഹീസ് എ നാച്ചുറൽ അത്ലീറ്റ് എന്നാണ്. നമുക്കങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുമോ? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റുമോ? ലെറ്റ്സ് സീ. ലെറ്റ്സ് എക്സ്പോസ് അലി. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അലി രാവിലെ എണീച്ചാൽ പോകുന്നത് അലിയുടെ പേഴ്സണൽ ട്രെയിനിങ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു ഡീറ്റെയിൽസ് പോലും മിസ്സാവാണ്ടിരിക്കാൻ ഞാൻ തലേന്ന് തന്നെ അലിയുടെ വീടിൻ്റെ അവിടെയാണ് തമ്പടിച്ചത്. അപ്പോൾ അലി ജിമ്മിക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ എന്തായാലും ഞാൻ ഫോളോ ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും മൊത്തം ഇവിടെ ഉറക്കൊഴിച്ചിരുന്ന് ഭയങ്കര ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിത് ചെയ്യും ഗൈസ്, നമുക്ക് ഇത് തെളിയിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ഫോളോ ഹിം. ഓക്കെ, ഞാൻ അലിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്നാൽ എന്തെങ്കിലും ഇല്ലീഗൽ സ്റ്റഫ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അറിയേണ്ടതല്ലേ എന്ന്. പക്ഷേ ഞാനൊരു ദിവസം ഏറിപ്പോയ 1-2 മണിക്കൂറേ അലിയുടെ കൂടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം പോലും, ഒരു ഡീറ്റെയിൽസ് പോലും മിസ്സാവാതിരിക്കാനാണ് രാവിലെ ഒരു പോയിന്റ് മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം എന്തായാലും പിന്തുടരണം. നമ്മുടെ കണക്കൂട്ടൽ പ്രകാരം അലിയുടെ ആദ്യത്തെ ലക്ഷ്യസ്ഥാനം ജിമ്മിലോട്ട് തന്നെയായിരുന്നു. അലി ജിമ്മിൽ കയറിയ സമയം കൊണ്ട് അലീനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡയറി എടുത്ത് ഇറങ്ങി. ഓൻ ജിമ്മിക്ക് വരുന്നേ കാണലുണ്ട്, പിന്നെ പോവും. അല്ലാതെ അതിനെപ്പറ്റി ഒന്നും അറിയില്ല. എനിക്ക് അതിനെപ്പറ്റി വല്ല അറിയില്ല. ഓനെനിക്ക് ഇങ്ങനെ ഓപ്പണായിട്ടൊന്നും അറിയില്ല. വരലുണ്ട്, കാണലുണ്ടെങ്കിൽ പോലും അത്ര തന്നെ അറിയുള്ളൂ. അല്ല വേറെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. പബ്ലിക്കിൽ നിന്ന് ലഭിച്ച റെസ്പോൺസ് വെച്ച് അലി ആരോടും അധികം ക്ലോസ് അല്ലായിരുന്നു. ദിസ് മെയ്ഡ് തിങ്സ് മോർ സസ്. അങ്ങനെ കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. വർക്കൗട്ട് ചെയ്യുന്നൊക്കെ കാണാറുണ്ട്. അങ്ങനെ അധികം സംസാരിക്കുന്ന കൂട്ടത്തിൽ. നിങ്ങളാണ് എൻ്റെ ധൈര്യം. സോ എൻ്റെ ധൈര്യത്തിൻ്റെ ലെവൽ കൂട്ടുന്നതിനനുസരിച്ച് ഞാൻ ഇത്തരം ആളുകളുടെ മുഖംമൂടി അഴിക്കുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ്. അലി ICN എന്ന് പറയുന്ന ഒരു നാഷണൽ ഷോയ്ക്ക് 2-3 മെഡൽസ് അടിച്ച ഒരാളാണ്. ആ ഷോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ അത്ലീറ്റ്സിന് മാത്രമേ ആ ഷോയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ബട്ട് ദ ക്യാച്ചിങ് തിങ് ഈസ് അലി റീസെൻ്റ്ലി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തായിരുന്നു. And the photo was like this. Yes guys, it was full of acne. That made me more sus. അങ്ങനെ അന്വേഷണത്തിൽ കൂടുതൽ മെച്ചപ്പാടൊന്നും ഇല്ലാണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ആ കോൾ വന്നത്. യെസ്, ദാറ്റ് ഇമ്പോർട്ടൻറ്റ് കോൾ. ഗൈസ്, അലി ജിമ്മിൽ നിന്ന് ഇറങ്ങിയിരുന്നു. സാധാരണ ഈ നേരത്തെ അലി ഇറങ്ങണമല്ല. നമുക്ക് എന്തോ ഒരു സസ്പീഷ്യസ് ഉണ്ട്. നമുക്ക് അതെന്താണെന്ന് വെച്ചാൽ പോയി നോക്കാം. നോർമലി അലിയുടെ ഷെഡ്യൂളിൽ ഇല്ലാത്തതാണ് ഈ പുറത്തേക്കുള്ള ഇറക്കം. ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ ആ മുഖത്ത് കാണാൻ പറ്റി. ഇത് നമ്മുടെ സസ് ഗ്രാഫിനെ ഹൈ ആക്കി. അതുകൊണ്ട് തന്നെ അലിയുടെ ഓരോ ചുവടും മിസ്സാവാതെ തന്നെ ഞാൻ അലിയെ പിന്തുടർന്നു. ഓരോ ചുവട് വയ്ക്കുമ്പോഴും അലി ഒബ്സർവ് ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ അലിയുടെ കയ്യിൽ ഒരു പൊതി കണ്ടു. അതെ, അങ്ങോട്ട് പോയപ്പോൾ അലിയുടെ കയ്യിലില്ലായിരുന്ന ആ പൊതി എന്താണ്? ഞാൻ കുറേ കാലം ഓനക്കും വേണ്ടി വീഡിയോഗ്രാഫി വർക്ക് ചെയ്തതാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഓൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാന്നുള്ളത്. എന്തായാലും ഇനി ഇത് കൂടുതൽ കാലം കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്കിത് എന്തായാലും ഇപ്പം തന്നെ പൊളിക്കണം. ഏറെ വിഷമത്തോടെ കൂടെയാണെങ്കിലും നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത് സ്വന്തം സുഹൃത്താണെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഞാൻ അവരുടെ മുഖംമൂടി അഴിക്കും.
നിനക്കെന്തോടെ പരിപാടി? നിനക്കെന്തോടെ പരിപാടി? എന്താണ്? അല്ല, നാളെ വർക്കിനെപ്പോഴായിരുന്നു? ഞാൻ പറയാ. അലീനോട് എനിക്ക് എൻ്റെ കുറ്റാന്വേഷണത്തിൻ്റെ കഥകൾ മൊത്തം പറയേണ്ടി വന്നു. മൊത്തം. അപ്പോൾ 5-6 മാസമായി എൻ്റെ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട്. ഇപ്പോൾ എൻ്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് സിംഗിൾ ഡിജിറ്റിൽ തന്നെ. അപ്പോൾ അതിൻ്റെ കാരണം എന്താ? നമ്മൾ മെയിനായിട്ട് ഓരോരുത്തർക്കും അവരുടെ ബോഡി ജനറ്റിക്കലി ഗിഫ്റ്റഡ് ആയി കയറാം. എനിക്ക് ഓൾറെഡി എൻ്റെ ബോഡി ഫാറ്റ് കുറവാണ്. സോ അത് കുറേ കാലങ്ങൾ അങ്ങനെ തന്നെയാണ്. ഞാൻ എത്ര ഫുഡ് കഴിച്ചാൽ എനിക്ക് പെട്ടെന്ന് കടിമ കാണില്ല. അപ്പോൾ എൻ്റെ ബാക്കിലുള്ള ആക്നേസോ? അതിന് കാരണം എൻ്റെ ശ്രദ്ധയില്ലായ്മയാണ്. ഞാൻ ബെഡിൽ ഞാൻ വർക്കൗട്ട് കഴിഞ്ഞാൽ നേരെ പോയി കടന്നുറങ്ങും. ഡേർട്ടും കാര്യങ്ങളൊക്കെ കഴിക്കാണ്ട് അങ്ങനെ വന്ന പിമ്പിൾസാണ്. അത് ഗ്രാജുവലി ഓരോന്ന് വന്നുകൊണ്ട് അങ്ങനെ ഉണ്ട് കൂടിപ്പോയതാണ്. അത് കൂടുതലും പാടുകൾ മാത്രമാണ്, പിമ്പിൾസ് ഇല്ലപ്പോൾ. സോ ഗൈസ്, നമ്മളിങ്ങനെ ഒരാളെ പെട്ടെന്ന് അങ്ങോട്ട് ജഡ്ജ് ചെയ്യരുത്. ഇങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഓക്കെ, സോ എൻ്റയർലി വേറെ സംഭവമാണ്. ഓക്കെ, ഞാൻ നാളത്തെ നമ്മളെ ഷൂട്ടിന് വരാം. ഓക്കെ, എൻ്റെ ഈ കേസ് അന്വേഷണം പോയാൽ മതി, നിങ്ങൾ വരണ്ട. മോറൽ ഓഫ് ദ സ്റ്റോറി, നമ്മൾ ആരെയും ഒരിക്കലും കുറച്ച് ഇൻഫോർമേഷൻസ് വെച്ചിട്ട് സസ്സായി കാണരുത്. ഒരിക്കലും. ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ആയത് വെറും 2 മാസം കൊണ്ടാണ്.